Yes, DG here. What is happening there? Currently? You mean well? Yes, sir. Well, fire service എത്തിയിട്ടുണ്ട്. Okay. Go ahead. Bastard. എനിക്ക് ഒരാൾ കൂടി ഉണ്ട്. ఏం సార్? జైన్ సార్, సార్ సార్, are you okay? നീന്തൽ അറിഞ്ഞൂടാത്ത സാറെന്തിനാ കിണറ്റിലെടുത്ത് ചാടാൻ പോയത്? ആര് ചാടി? എന്നേരോ തള്ളിയിട്ടതല്ലേ. Tell me, you dirty pig. Tell me. No, bastard. മതി ആക്കടോ. നന്ദു, മതി മതി മതി. സാറിന് എല്ലാത്തിനും പേടിയാ. എവനൊന്നും ഇടികൊള്ളാ, സത്യം പറയും. നന്ദു, വിദേശിയാണെങ്കിൽ അയാളുടെ മനുഷ്യനാണ്. നന്ദു എന്നോട് പറഞ്ഞത്. നന്ദു, സൂക്ഷിച്ചു വേണം സാർ. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ഹെറോയിന് കിലോയ്ക്ക് 1 കോടി രൂപയിലധികം വിലയുണ്ട്. അതിന്റെ ഗൗരവം നീ എഴുതുന്ന സീൻ മഹസർ കാണിച്ചാ മതി. പിന്നെ ആ സിഗരറ്റ് അങ്കള. ഞാൻ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് പറയല്ല, വലിയ ആരോഗ്യത്തിന് ഹാനികരാണ്. ആ കാശിന് നല്ല പശുവും പാല് കിട്ടും, വാങ്ങിക്കുടിക്ക്. മയക്കുമരുന്ന് കള്ളക്കടത്തുകാരൻ പിടിയിൽ. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറയുടെ ധീരസാഹസികത. ഞാൻ ഗുരു. യെസ്, ഇന്നലെ കസ്റ്റഡിയിലെടുത്ത ആൽബർട്ടോ ഫെലിനെ കുറിച്ചാണ്. നിങ്ങൾ പറഞ്ഞില്ലല്ലോ, അയാളെ ആരാ പോലീസിന് വിട്ടുകൊടുത്തേ? അബ്ബാസ്. മനസ്സിലായി. Congratulations, Mr. James. I appreciate your true grit. താങ്ക് യു സർ. ഇന്ന് രാവിലെ മിനിസ്റ്റേഴ്സ് കോൺഫറൻസിൽ നിങ്ങളുടെ കാര്യം പറയുണ്ടായി. ഐ എക്സ്പെക്ട് എ റിവാർഡ് ഫോർ യുവർ ബ്രേവറി. സർ, ഈ ആൽബർട്ടോയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ അയക്കും മുമ്പ് എനിക്കൊന്ന് കാണണം. സർ, സീൻ മഹസർ എഴുതിയത് മിസ്റ്റർ നന്ദു. ഐ മീൻ SI നന്ദകുമാർ. ഓ, ഐ സി. ഇൻസ്പെക്ടർ ജെയിംസ് പള്ളിത്തറ,
സ്വജീവൻ പോലും പണയപ്പെടുത്തിയാണ് പ്രതിയെ പിടികൂടിയത്. നമ്മൾ ഓടിച്ചിട്ട് പ്രതിയെ കൈയോടെ പിടികൂടാൻ തുടങ്ങിയപ്പോ ഒരു കാര്യമില്ലതല്ലേ അയാൾ ആ കിണറ്റിലെടുത്ത് ചാടിയത്? എന്നിട്ട് എഴുതിയിരിക്കുന്ന നേരാ സാറേ, മണ്ണും ചാരി എന്നോ പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞ പോലായി. മറ്റുള്ളവരുടെ അധ്വാനത്തിനും കഷ്ടപ്പാടിനും ഒരു വിലയില്ല, ആരും കാണില്ല. ഇവിടെ കയ്യടി കിട്ടുന്നത് 3ാം ക്ലാസ് കോപ്പറാട്ടി കാണിക്കുന്ന കോമാളിക്ക. ഇരിക്കൂ, ഇരിക്കടോ. താനിപ്പോ കോമാളി എന്ന് പറഞ്ഞത് എന്നെ ഉദ്ദേശിച്ചല്ലേ? അല്ല സർ, അത് ഞാൻ മുഴുവൻ കേട്ടു. എടോ, ജനങ്ങളുടെ കയ്യടി വാങ്ങിക്കാൻ തന്റെ ഈ തടിമെടുക്കും അടിയും ഇടിയും വെടിയും ഇരിക്കെ ഐ മീൻ വയലൻസ് മാത്രം പോരാ, കുറച്ച് യോഗം കൂടി വേണം. അതെനിക്കുണ്ട്. അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഞാനിപ്പോ കമ്മീഷണർ അടുത്തു നിന്നാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു റിവാർഡ് കിട്ടാൻ പോകുന്നു. ഞാൻ പേ ചെയ്യാം. ആയിക്കോട്ടെ. അല്ലേ വേണ്ട, താൻ പേ ചെയ്തോ. എനിക്ക് നിർബന്ധമില്ല സർ. അത് ചുമ്മാ. ഞാൻ പേ ചെയ്താൽ തനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന എനിക്കറിയാം. ഇത്രയും കാലമായിട്ട് ഒരു തവണ പോലും സാർ പേ ചെയ്തില്ലല്ലോ എന്ന് മാത്രമാണ് എന്റെ ഫീലിംഗ്. ചില നേരത്തുള്ള തന്നെ തമാശ കേട്ടാൽ ആരും ചിരിച്ചു പോകും. തമാശയല്ല സാർ, ഉള്ളി തട്ടി പറഞ്ഞതാണ്. പിന്നെയും തമാശ. ഹലോ സർ. ആ അബ്ബാസിനെ കണ്ടോട്ട് കുറെ കാലമായല്ലോ. ഉവ്വ്, ഞാനൊന്ന് സിംഗപ്പൂരിൽ പോയിരുന്നു. ഡിന്നർ കഴിഞ്ഞു. ഞങ്ങളുടെ കൂടായിരുന്നു. കഴിഞ്ഞു പോയല്ലോ, പിന്നെ ഒരിക്കലാ. യു ക്യാരി ഓൺ. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് കൂടെ. ഓക്കെ സർ, സി. ഓക്കെ. ആരാടോ അത്? സാറിന് അറിയില്ലേ, അല്ലമീൻ ട്രാവൽ ഏജൻസി നടത്തുന്ന അബ്ബാസ്. ഓഹോ, പണക്കാരനായിരിക്കും അല്ലേ? ഇവിടെ പിടിച്ചിരുത്തിയിരുന്നെങ്കിൽ ബില്ല് നമുക്ക് അവനെ കൊണ്ട് കൊടുപ്പിക്കാമായിരുന്നു. സാറ് തനി പോലീസുകാരൻ തന്നെ. എടോ, ഇതൊന്നും ആരോഗ്യത്തിന് നല്ലതല്ല. സ്വയം നശിക്കാതെ. ഹലോ ഗുരു. ഹലോ അബ്ബാസ്. കഴിഞ്ഞതെല്ലാം മറക്കണം. നിങ്ങളുടെ സിൻഡിക്കേറ്റ് ഇനി ഈ മണ്ണിൽ വേരോടുമെന്ന് തോന്നില്ല. 4 പേർ തന്നെ ജയിലിലല്ലേ? അവരെ രക്ഷിക്കാൻ വന്ന ആൽബർട്ടോ ഫെല്ലിനിയും അകത്തായി. ഇനിയും നമുക്കെന്തുകൊണ്ട് യോജിച്ച് പ്രവർത്തിച്ചുകൂടാ? ഇത് പറയാൻ ഞാൻ അബ്ബാസിനെ അന്വേഷിച്ച് നടക്കായിരുന്നു. ആൽബർട്ടിനെ പോലീസ് കസ്റ്റഡി എടുത്ത ദിവസം മുതൽ ഇയാൾ സിംഗപ്പൂരിലേക്ക് പോയെന്നറിഞ്ഞു. ഒരു പുതിയ ബിസിനസ് അലയൻസ്. ഇതാണ് പാർട്ടി. പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നാം തമ്മിൽ ഒരു ഒത്തുതീർപ്പിലെത്തണം. ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഞാൻ എന്തിനു റെഡി. വിടാനാ പറഞ്ഞു. നീ എന്തിനുള്ള പുറപ്പെടാ? അവനെ നോക്കണ്ട്. ഒരുത്തനെ കൊന്നോ? ഒരുത്തനെ കൊന്നിട്ടാണ് ഓടുന്നത്. അവൻ നിന്നെ കൊല്ലും പോലെ. കാലുവിട് സാർ. നിന്നെ അങ്ങനെ കൊലപ്പെടുക്കില്ല പോലെ. അയ്യോ, ഇയാളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ധീരതയ്ക്കുള്ള മെഡൽ വാങ്ങിയ ആളാണത്രേ. ഡ്യൂട്ടി സ്വയം ചെയ്തില്ലെന്ന് മാത്രമല്ല, അത് ചെയ്യാനൊരുങ്ങിയ ഒരു ഇൻസ്പെക്ടറെ തടയുകയും ചെയ്തു. സാർ, ഞാനൊരു ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ആയുധമേന്തിയ കൊലപാതകയെ ആയുധമില്ലാതെ നേരിട്ടിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? മിസ്റ്റർ നന്ദകുമാർ മരിച്ചാൽ ആർക്കാ നഷ്ടം? ഡോണ്ട് ടോക്ക് നോൺസെൻസ്. സാർ, ഞാൻ പറയുന്നത് യു ഷട്ട് അപ്പ്.